മൊബൈൽ റീചാർജിംഗിലെ അസമത്വം അവസാനിപ്പിക്കാൻ ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയുടെ ഇടപെടൽ. ഇനി മുതൽ ഇന്റർനെറ്റ് ഡേറ്റ ഉപയോഗിക്കാത്ത ഉപയോക്താക്കൾക്കായി റീചാർജ് പ്ലാൻ അവതരിപ്പിക്കണം. പ്രത്യേക റീചാർജുകളുടെ പരിധി 90 ദിവസത്തിൽ നിന്ന് 365 ദിവസമായി നീട്ടാനും ട്രായ് ഉത്തരവിട്ടു. വോയിസ്, SMS എന്നിവയ്ക്ക് മാത്രമായി കുറഞ്ഞത് ഒരു പ്രത്യേക താരിഫ് വൗച്ചറെങ്കിലും ടെലികോം കമ്പനികൾ അവതരിപ്പിക്കണം. ഉപയോക്താക്കൾക്ക് ഏറെ പ്രയോജനം ചെയ്യുന്നതാണ് പുതിയ ഭേദഗതി. വൈകാതെ തന്നെ കമ്പനികൾ നടപ്പിലാക്കി തുടങ്ങും. നിലവിലെ റീചാർജ് പ്ലാനുകൾ മിക്കതും വോയിസ് കോൾ, SMS, ഇന്റർനെറ്റ്, OTT സബ്സ്ക്രിപ്ഷൻ എന്നിവ കൂട്ടിച്ചേർത്തതാണ്. റീചാർജ് ചെയ്യുന്ന പലർക്കും ഇതുകൊണ്ട് ഉപയോഗമില്ല. ഫീച്ചർ ഫോണുകൾ ഉപയോഗിക്കുന്നവർ പോലും ഇന്റർനെറ്റ് അടങ്ങിയ റീചാർജ് പ്ലാനുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഡ്യുവൽ സിം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് 2 നമ്പറിലും ഇന്റർനെറ്റ് സേവനം ആവശ്യമുണ്ടായേക്കില്ല. ഒരു സിം കാർഡിൽ വോയിസ് കോൾ, SMS മാത്രം വേണ്ട വ്യക്തിക്ക് കുറഞ്ഞ നിരക്കിൽ ഇത് ലഭിക്കും. പുതിയ മാറ്റം ഉപയോക്താക്കളെ സംബന്ധിച്ച് ഗുണകരമാണ്. എന്നാൽ ടെലികോം കമ്പനികളുടെ വരുമാനത്തിൽ ഇടിവുണ്ടാകാൻ ഇത് കാരണമാകും.